ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കണമെന്ന ആവശ്യവുമായി തുർക്കി ഗസയിലേക്ക് മാനുഷിക സഹായവുമായി നീങ്ങിയ ഗ്ലോബൽ സുമൂദ് ഫ്ലോട്ടിലെ കപ്പലുകൾക്ക് നേരെ അന്താരാഷ്ട്ര സമുദ്രത്തിൽ വെച്ച് നേരത്തെ ഒരു ആക്രമണം ഉണ്ടായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പുതിയ ആവശ്യം തുർക്കി ഉന്നയിച്ചിരിക്കുന്നത്. നെതന്യാഹുവിനും ഉന്നത ഉദ്യോഗസ്ഥനായ അഫക് മോസ്കോവിച്ചിനുമെതിരെ ഇന്റർപോൾ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കണമെന്നാണ് തുർക്കി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമായി മനസ്സിലാക്കണം. പക്ഷേ അംഗരാജ്യങ്ങളുടെയൊക്കെ ഇത്തരം ആവശ്യങ്ങളെക്കുറിച്ച് പഠിച്ചതിന് ശേഷമാണ് അതിൽ നടപടികളെടുക്കുക അന്താരാഷ്ട്ര കോടതി എന്ന കാര്യത്തിൽ സംശയമില്ല. അതുമാത്രമല്ല, പലതരത്തിലുള്ള 430ഓളം ആക്ടിവിസ്റ്റുകൾക്കെതിരെ ഗസയിലേക്ക് പുറപ്പെട്ട കപ്പലിനെ തടഞ്ഞതുമായി ബന്ധപ്പെട്ട് തുർക്കിയിൽ കേസും മറ്റു കാര്യങ്ങളും മറ്റുമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. നിയമ നടപടികൾ നിരവധിയുണ്ട്. നെതന്യാഹുവിനെ നമുക്കറിയാം, അന്താരാഷ്ട്ര കോടതിയിലുണ്ട്, പല രാജ്യങ്ങളിലുണ്ട്. ഇതിനിടയിലാണ് തുർക്കിയുടെ പുതിയ ആവശ്യം. KP അഭിലാഷ് വിവരങ്ങളുമായി ചേരുകയാണ്. അഭിലാഷ്, നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു നേതാവാണ്. അവിടെയാണ് കൂടുതൽ രാജ്യങ്ങൾ രംഗത്ത് വരുന്നത്. ഇപ്പോൾ അന്താരാഷ്ട്ര കോടതിയോടുകൂടി അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. രഞ്ജിത്ത്, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോടുള്ള നിലപാട് നേരത്തെ തന്നെ തുർക്കി കടുപ്പിച്ചതാണ്. അതിന്റെ തുടർച്ച എന്ന നിലയിലാണ് ഇപ്പോൾ ഇന്റർപോൾ റെഡ് നോട്ടീസ് അയക്കുവാനുള്ള നിർദ്ദേശം നൽകണമെന്ന നീക്കവുമായി ഇപ്പോൾ തുർക്കി രംഗത്ത് വരികയും ചെയ്തിട്ടുള്ളത്. ബെഞ്ചമിൻ നെതന്യാഹുവിന് പുറമെ സൈനികൻ അഫക് മോസ്കോവിച്ചിനും എതിരെ അന്താരാഷ്ട്ര റെഡ് നോട്ടീസ് പുറപ്പെടുവിക്കാൻ ആവശ്യപ്പെട്ടതായി ഇപ്പോൾ തുർക്കി സ്ഥിരീകരിക്കുന്നുണ്ട്. തുർക്കി മന്ത്രി അകിൻ ഗുർലെക് ആണ് ഇക്കാര്യം എക്സിലൂടെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ജൂലൈ 14 പുറപ്പെടുവിച്ച അറസ്റ്റ് വാറന്റിന്റെ പിന്തുടർച്ച എന്ന നിലയിൽ ആണ് ഇപ്പോൾ ഈ നടപടി എന്നുകൂടിയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ മാനുഷികരഹിതമായ കുറ്റകൃത്യങ്ങൾ, വംശഹത്യ, വ്യക്തി സ്വാതന്ത്ര്യം തടയൽ, മനഃപൂർവ്വമുള്ള ആക്രമണം, സ്വത്ത് നശിപ്പിക്കൽ, കവർച്ച, വാഹനം തട്ടിയെടുക്കൽ എന്നിങ്ങനെയുള്ള ഗുരുതരമായ വകുപ്പുകൾ ആണ് ഇരുവർക്കും എതിരെ ചുമത്തിയിട്ടുള്ളത്. ഇതിന്റെ തുടർച്ച എന്ന നിലയിൽ തന്നെയാണ് രഞ്ജിത്ത് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇസ്രായേലിന്റെ മുഖം വികൃതമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് തുർക്കി ഈ നീക്കവുമായി മുന്നോട്ട് പോകുന്നത്. ഗാസയിലേക്ക് സഹായവുമായി പുറപ്പെട്ട ഫ്ലോട്ടില്ല തടഞ്ഞ സംഭവത്തിൽ ആണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ റെഡ് നോട്ടീസ് പുറപ്പെടുവിക്കണം എന്ന ആവശ്യം ഇപ്പോൾ ഉന്നയിക്കുകയും ചെയ്യുന്നത്. ഇത് മാത്രവുമല്ല, ഗാസയിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയും ആശുപത്രിയും അടക്കമുള്ള കെട്ടിടങ്ങൾ ബോധപൂർവമായി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സൈനികർ തകർക്കുന്നു എന്നുള്ളതാണ്. ബുൾഡോസറുകളും ടാങ്കറുകളും ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഈ ആരാധനാലയങ്ങൾ തകർക്കുന്നത് അത് വംശഹത്യയാണ് എന്ന് ആവർത്തിക്കുകയാണ് തുർക്കി. ആ നിലയിൽ ഉള്ള ഒരു പ്രതീതി, അതായത് നമുക്കറിയാം പലപ്പോഴും രണ്ട് രാജ്യങ്ങൾക്കിടയിൽ സംഘർഷം ഉണ്ടാകാറുണ്ട്. ആ സംഘർഷങ്ങൾ രാജ്യങ്ങൾക്കിടയിലെ തർക്കമാണ് എങ്കിൽ ഇതിനെ കൃത്യമായും വംശഹത്യ എന്ന നിലയിലേക്ക്, ഇസ്രായേലിൻ്റെ ആക്രമണത്തെ വംശഹത്യ എന്ന നിലയിലേക്ക് ഉയർത്തി കാണിക്കുക എന്നുള്ളതാണ്. തുർക്കി കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഈ ഉടമ്പടി സൗദി അറേബ്യയും പാകിസ്ഥാനും ഒക്കെയായി ബന്ധപ്പെട്ട് ഉടമ്പടി നിശ്ചയിച്ചിട്ടുണ്ട് എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ അതിനെ അന്താരാഷ്ട്ര സമൂഹം വിലയിരുത്തുന്നത് മതപരമായ തരത്തിലുള്ള ഒരു കൂട്ടായ്മ എന്ന നിലയിലേക്കാണ്. ഇസ്ലാമിക രാജ്യങ്ങൾ കൂടുതലായി ഈ കൂട്ടായ്മയുടെ ഭാഗമാകാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇസ്രായേൽ ഇനി ഈ വിഷയത്തെ പ്രതിരോധിക്കുന്നത് ആ തലത്തിൽ നിന്നുകൂടിയായിരിക്കും. തുർക്കി ബോധപൂർവമായ ശ്രമം നടത്തുകയാണ് മതപരമായ ഈ വിഷയത്തെ മാറ്റിയെടുക്കുക. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ഹമാസിനെ തീവ്രവാദ സംഘടന എന്ന നിലയിലാണ് കാണുന്നത്. തീവ്രവാദ ആക്രമണത്തെ ഇല്ലായ്മ ചെയ്യുക, അതിനെ ചെറുക്കുക, അതിനുവേണ്ടിയാണ് ഗാസയിൽ ആക്രമണം നടത്തുന്നത് എന്ന വാദത്തിൽ തന്നെയാണ് ഇസ്രായേൽ ഉറച്ചു നിൽക്കുന്നത്. ഇതിനിടയിലാണ് തുർക്കിയുടെ ഈ നീക്കം. ഈ നീക്കത്തെ അന്താരാഷ്ട്ര സമൂഹം എങ്ങനെ വിലയിരുത്തും എന്നതായിരിക്കും വരും ദിവസങ്ങളിൽ ശ്രദ്ധേയമാവുക. ശരി, KP അഭിലാഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.